സോ ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും റൂളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആവുന്നൊരു വീഡിയോ തന്നെയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഫ്രീ ഫയറിൽ തന്നെ ഒരുപാട് ഐഡീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഒരുപാട് വിചിത്രമായ ഐഡീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതുവരെ കാണാത്തവരുണ്ടാവും, കണ്ടവരുണ്ടാവും. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്താൽ കണ്ടേക്കുക. ഇനിയിപ്പോൾ കണ്ടവരാണെങ്കിൽ നിങ്ങൾ കണ്ടതിലെ വെച്ച് ഏറ്റവും വെറത്തായുള്ളൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിറങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിച്ചാൽ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മുടെ ഫ്രീ ഫയറിൽ തന്നെ നടക്കുന്നത്. അതായത് നമ്മുടെ ഐഡീസും കാര്യങ്ങളൊക്കെ നോക്കി തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. അപ്പോൾ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാൻ കാണാൻ ശ്രമിച്ചേക്കുക. അപ്പോൾ ഈ വിചിത്രമായ ഐഡീസും കാര്യങ്ങളും നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ഞാനതിൽ ഒട്ടും പറഞ്ഞ ലാഗ് അടിപ്പിക്കുന്നില്ല, ബോർ അടിപ്പിക്കുന്നില്ല ഗൈസ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒട്ടും ബോർ അടിപ്പിക്കാതെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, ആദ്യത്തെ ഐഡിയും കാര്യങ്ങളൊക്കെ സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്താ നമ്മൾ ആദ്യത്തെ ഐഡിയുടെ ഗൈസ്. അപ്പോൾ ഇതൊന്നും കറക്റ്റ് നിങ്ങളുടെ നോട്ട് ചെയ്ത് വെച്ചേക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുള്ളവരുണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബട്ട് നോർമലിയുള്ള പോലെ തന്നെ 30 days തന്നെയാണ്. ഈ പുള്ളിക്കാരൻ ഇനാക്റ്റീവ് ആണ്, അതായത് ആക്റ്റീവ് ആയിട്ടില്ല. ഈ പുള്ളിക്കാരൻ ആക്റ്റീവ് ഇതുവരെയായിട്ട് ആയിട്ടില്ല. 30 ദിവസങ്ങളായിട്ട് എന്ന് തോന്നുന്നു. 7 ലെവലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ജസ്റ്റ് അക്കൗണ്ടിലോട്ടൊന്ന് പോയി നോക്കും ഗൈസ്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് ഞാൻ നേരെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കുന്ന സമയത്താണ് ഈ സീസൺ 2 ഹീറോയ്ക്കിൻ്റെ ഡ്രസ്സ്, അതായത് കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ആ ഒരു പുള്ളിക്കാരിട്ടിട്ടുണ്ട്, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ പിന്നെ നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ്റെ പേരും കാര്യങ്ങളും MMM അങ്ങനെ പറഞ്ഞിട്ട് എന്തൊരു പേരാണ്. പിന്നെ ലൈക്ക് നോക്കുകയാണെങ്കിൽ 500 ലൈക്കും കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 5694 അങ്ങനെ എത്ര ആയിട്ടുണ്ട്. പിന്നെ ബാഡ്ജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 7 ലെവലുള്ള ഒരു പ്ലെയറിന് ഇതുവരെയായിട്ടും ബാഡ്ജോ കാര്യങ്ങളോ എടുത്തിട്ടില്ല. ഇതുവരെയായിട്ടും കണ്ടോ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരു ബാഡ്ജ് പോലും ഇതുവരെയായിട്ട് എടുത്തിട്ടില്ല. ഇപ്പോൾ ഉള്ള ഒരു ബാഡ്ജ് അത് ഇപ്പോൾ ഉള്ളതാണ്, ജസ്റ്റ് ലോഗിൻ ചെയ്യുന്ന സമയത്താണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ 7 ലെവൽ വരുന്നുണ്ട്. എങ്ങനെയാണ് ഗൈസ് ഇത്രയും ബാഡ്ജും കാര്യം, ഒരു ബാഡ്ജ് പോലും എടുക്കാത്തൊരു പ്ലെയർക്ക് 7 ലെവലും അതുപോലെ തന്നെ സെക്കൻഡ് സീസണിലെ ഹീറോയ്ക്കിൻ്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ വരുന്നത് നിങ്ങൾക്ക് തന്നെ ചെറിയ ഡൗട്ടില്ലേ. അപ്പോൾ ഇത് തന്നെയാണ് ഗൈസ് ഈ ഒരു അക്കൗണ്ടിൻ്റെ ഒളിഞ്ഞിരിക്കുന്ന ഒരു സീക്രട്ട് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രേതം ഇതൊക്കെ വേണമെങ്കിൽ പറയാം, ജസ്റ്റ് ഒരു ഗോസ്റ്റ് വീഡിയോ എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ ഫസ്റ്റത്തെ ഐഡിയയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് അക്കൗണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഐഡിയും കാര്യങ്ങളൊക്കെ ഏതാണ് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാൻ ഗൈസ്. നമ്മൾ നെക്സ്റ്റ് ഐഡി നോക്കുകയാണെങ്കിൽ ഇതാണ് ഗൈസ് നമ്മൾ നെക്സ്റ്റ് ഐഡിയും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയിൽ തന്നെ ഒരു പ്രത്യേകത ഉണ്ട്, വേറെ ഒന്നുമില്ല ഗൈസ്, അത് നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഈ ഐഡിക്കുള്ള പ്രത്യേകതയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നേരെ സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തു 30 days കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു പുള്ളിക്കാരൻ. അപ്പോൾ നേരെ നമുക്ക് ഈ ഒരു പുള്ളിക്കാരൻ്റെ ഐഡിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ ഐഡി ഇൻസ്പെക്ട് ചെയ്ത സമയത്തിൻ്റെ എല്ലും കൊട്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓൾഡ് ആയിട്ടുള്ളത്. ഇതെല്ലാവരുടെ കയ്യിലുണ്ട്, ഇപ്പോൾ ഫ്രീ ആയിട്ടും കൊടുക്കുന്നുണ്ട്. വലിയ റയറൊന്നും അല്ല. ബട്ട് ഈ ഒരു പുള്ളിക്കാരന് മെയിനായിട്ട് പറയേണ്ട കാര്യം വേറെ ഒന്നുമില്ല. ഇപ്പോൾ ബാഡ്ജിങ്സും കാര്യങ്ങളും നീ കണ്ടാൽ മനസ്സിലാകും. അതുപോലെ തന്നെ ഒരു കുപ്പിന്ന് വന്ന ആ ഭൂതം കുപ്പിന്ന് വരില്ല. ആ ഒരു ബാഡ്ജ് മുതലാണ് ഈ പുള്ളിക്കാരൻ കളി തുടങ്ങിയിരിക്കുന്നത്. ഏകദേശം ഒരു 2019 കാലഘട്ടങ്ങളിലോ അല്ലെങ്കിൽ 20 കാലഘട്ടങ്ങളിലൊക്കെ കളിച്ചൊരു പ്ലെയറാണ്. അപ്പോഴാണ് സ്റ്റാർട്ട് ആക്കിയിരിക്കുന്നത്. പിന്നെ ഈ പുള്ളിക്കാരൻ ഇത്രയും ബാഡ്ജ് എടുക്കുന്ന സ്ഥിതിക്ക് ഒരുപാട് ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടാവും. ബട്ട് എത്ര ഗെയിം കളിച്ചാലും ഈ പുള്ളിക്കാരന് 1 ലെവൽ മാത്രമേ ആവത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഈ പുള്ളിക്കാരന് 1 ലെവൽ മാത്രമേ ഉള്ളൂ. ഹൈപ്പർ ആണ് എന്തോന്ന് പറയുന്നൊരു പേരും കാര്യങ്ങളൊക്കെയാണ്, ഒരു ലെവലും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഈ ഒരു പുള്ളിക്കാരന് എത്ര കളി കളിച്ചാൽ ഈ പുള്ളിക്കാരൻ 1 ലെവൽ വന്നിട്ടുള്ളൂ. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ 1-2 കളി കളിക്കുമ്പോഴേക്കും നമുക്ക് 2 ലെവലും 2 ലെവൽ 3 ലെവൽ അങ്ങനെ പെട്ടെന്ന് തന്നെ പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു അക്കൗണ്ട് തുടങ്ങി കഴിഞ്ഞാൽ ഫസ്റ്റ് മാച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് 2 ലെവലും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആവുന്നതാണ്. പക്ഷേ ഈ പുള്ളിക്കാരൻ എത്ര കളി കളിച്ചിട്ടും ഈ പുള്ളിക്കാരന് 1 ലെവലും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഒരു അക്കൗണ്ടിൻ്റെ മാനുഷിക ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത്തെ ഐഡിയും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഐഡിയും കാര്യങ്ങളൊക്കെ ഏതാണെന്ന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഐഡിയും കാര്യങ്ങളും ജസ്റ്റ് സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു പുള്ളിക്കാരനാണ് ഇപ്പോൾ 9 ഹവറും കാര്യങ്ങളൊക്കെ ആയിട്ട് ആക്റ്റീവായി നിൽക്കുന്നത്. അപ്പോൾ അതായത് ഒരു പുള്ളിക്കാരൻ ഇപ്പോൾ നിലവിൽ ആക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒരു പുള്ളിക്കാരൻ്റെ ഐഡിയും കാര്യം ജസ്റ്റ് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഐഡിയിലോട്ട് നേരെ ഇൻസ്പെക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചേക്കാം ഗൈസ്. അപ്പോൾ നേരെ നമ്മൾ ആ പുള്ളിക്കാരൻ്റെ ഐഡി എടുത്തിട്ടുണ്ട്. കാരണം ഐഡിയും കാര്യങ്ങളും എടുത്ത സമയം ഗൈസ് ഗൈസ് നമ്മൾ റൈസ്റ്റാർ വരുന്ന വരവാണ് ഗൈസ് പുള്ളിക്കാരൻ്റെ അവതാറിലുള്ള. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി റൈസ്റ്റാറിനെ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ട് കേട്ടോ. റൈസ്റ്റാറിനെ അറിയുന്നവരും സ്റ്റാർ ഫാൻസ് ഉള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു ഐഡിയുടെ പ്രത്യേകത കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫുൾ 111 ആണ്, 818 ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 20 ലക്ഷത്തോളം ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിൽ. എന്താ ലൈക്ക് പുഷിങ് ഉള്ളൊരു പ്ലെയറാണ്. പിന്നെ ഒന്നും പറയാനില്ല, ഫുള്ള് മാക്സ് ആണ് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈവോ ഗൺസ് ഫുള്ള് മാക്സ് ആയിട്ടുള്ളതാണ്. 7 ആണ് ഗൈസ് എല്ലാം കിടക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും നല്ല രീതിക്ക് കളക്ഷൻസും ഇമോട്ടും ഒന്നും പറയാനില്ല. സെക്കൻഡ് ലൈറ്റ് വരെ വരുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ ഡിസ്ക്രിപ്ഷനിലെല്ലാം കൊടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ലെവൽ അത് സീന് തന്നെയാണ്, ലെവലല്ല സോറി ഐഡിയും കാര്യങ്ങളൊക്കെ സീനാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഒരു അക്കൗണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. 111 എന്നുള്ളൊരു ഐഡിയാണ് പ്രത്യേകത. അപ്പോൾ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ എത്ര ഉള്ളൂ. ഈ കൊച്ചു വീഡിയോ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു ഇല്ലെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ ഇതിൽ മികച്ചൊരു വീഡിയോ ഇട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വരണമെങ്കിൽ നിങ്ങൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ കൂടെ ഓൺ സെറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ